ഒരു യുദ്ധസമയത്ത് രാജ്യത്തിൻ്റെ സൈന്യത്തിന് ഏറ്റവും നിർണായകമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത് വ്യോമതാവളങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരിക്കും. അതുമല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന സുപ്രധാന കാര്യങ്ങൾ. അത് ഈ സൈനികമായിട്ടുള്ള ഒരു കേന്ദ്രമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ പറയുമ്പോൾ പെട്ടെന്ന് അത് വന്നെന്ന് വരില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സൈന്യത്തിനുണ്ട്. അത് ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ഊർജ്ജ കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കപ്പെട്ടില്ലെങ്കിൽ ആ യുദ്ധത്തിൽ എത്ര വമ്പൻ രാജ്യമാണെങ്കിലും എത്ര വമ്പൻ സൈന്യമാണെങ്കിലും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധസമയത്ത് ആദ്യം ആക്രമിക്കപ്പെട്ടത് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചതും ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ തന്നെയായിരുന്നു. പ്രധാനമായിട്ടും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾ, ഡാമുകൾ, ആണവ നിലയങ്ങൾ, അതുപോലെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ എല്ലാം തന്നെ ഈ പറയുന്ന പവർ ഗ്രിഡുകൾ, ഈ പറയുന്ന വൈദ്യുത സംഭരണശാലകൾ, അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ ആക്രമിക്കപ്പെട്ടേക്കാം. അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. ആ സൈന്യം പെട്ടെന്ന് പിറകോട്ട് പോകാൻ ഇല്ലെങ്കിൽ തോൽവി സമ്മതിക്കേണ്ടിയൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അതിന് കൃത്യമായിട്ടുള്ള സൈനികമായ സംരക്ഷണങ്ങൾ ഈ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് വേണം. അത്തരത്തിലുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഈ പറയുന്ന പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് സ്ഥാപിക്കേണ്ടി വരും. പക്ഷേ നമ്മളുടെ ചെറിയ ജനറേറ്ററുകൾ, ചെറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജനറേറ്ററുകൾ എന്ന് പറയുമ്പോൾ സാധാരണ ജനറേറ്ററുകൾ പോലെയല്ല, അതിന് വലിയ ശേഷി ഉണ്ടായിരിക്കും. അത്തരം ജനറേറ്ററുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായിരിക്കും. എന്നാൽ തന്നെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു മേഖലയാകെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ എങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ആക്രമണം നമ്മളുടെ ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന ജനറേറ്ററുകൾക്ക് നേരെ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈനികരെ വിന്യസിക്കേണ്ടി വരും. ആ സൈനികരുടെ സുരക്ഷ അപ്പോൾ ഈ പറയുന്ന ജനറേറ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ഒരിക്കലും സംരക്ഷിക്കപ്പെട്ടു എന്ന് വരില്ല. അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഊർജ കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ ജനറേറ്ററുകളൊക്കെ തന്നെ സ്വയം പ്രവർത്തിക്കാൻ, സൈനികർ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിൽക്കാതെ തന്നെ സ്വയം പ്രവർത്തിക്കാനും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്, ഇല്ലെങ്കിൽ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ സുപ്രധാനമായ പങ്ക് ഒരു മലയാളി സൈനികനുണ്ട് എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയകരവും നമുക്ക് അഭിമാനകരവുമാണ്. RS രാജ്പ്രസാദ് എന്ന് പറയുന്ന മലയാളിയായ പാലക്കാടുകാരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, ഒരു മേജർ കൂടിയാണ് അദ്ദേഹമാണ് ഈ പറയുന്ന ജനറേറ്ററുകൾ ആളില്ലാതെ ഇല്ലെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാനും അതിന് വേണ്ട ഊർജം, ആവശ്യത്തിനുള്ള വൈദ്യുതി ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു സാങ്കേതിക വിദ്യ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പേറ്റന്റും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നമ്മളുടെ വിവിധ സ്റ്റാർട്ടപ്പുകൾക്ക് സൈനികമായ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ ഇല്ലെങ്കിൽ ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈ പേറ്റന്റും ഈ സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ കൈമാറി കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ നമ്മളുടെ ജനറേറ്ററുകൾ ആളില്ലാതെ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാലും ജനറേറ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാലും അഥവാ അതിന് നേർക്ക് വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടായാൽ പോലും നമുക്ക് ആൾനാശം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനമാണ് ആളില്ലാത്ത ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ സൈന്യം ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഡ്രോണുകൾ, അതായത് ആളില്ലാ വിമാനങ്ങൾ നമ്മളുടെ ലോകത്തെ യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിമാനങ്ങളും സാങ്കേതിക വിദ്യകളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൽ ആളില്ല. അങ്ങനെ വരുമ്പോൾ ആൾനാശം കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ആളില്ലാ അന്തർവാഹിനികൾ, ആളില്ലാ യുദ്ധക്കപ്പലുകൾ, ഇതെല്ലാം തന്നെ ലോകത്തിൻ്റെ യുദ്ധ സംവിധാനത്തിനെയും ആയുധങ്ങളെയും ഗതിയെ മാറ്റിവിട്ടിരിക്കുന്നു എന്നൊരു ഘട്ടത്തിലാണ് ആളില്ലാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ജനറേറ്ററുകൾ നമ്മളുടെ സൈന്യം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒരു മലയാളിയുടെ സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ടായിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും 1-2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മളുടെ അതിർത്തി മേഖലകളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് വിട്ടു നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഉൽപ്പാദന രംഗം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഷ്യയിലും ഉക്രൈനിലും എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. റഷ്യയിലും ഉക്രൈനിലും വിവിധ മേഖലകളിലായിട്ട് ജനറേറ്ററുകളാണ് ഈ പറയുന്ന സൈന്യത്തിന് അവരുടെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ആവശ്യം വരിക. അത്തരത്തിൽ 100 കണക്കിന് ജനറേറ്ററുകൾ
ഉക്രൈൻ സൈന്യവും റഷ്യൻ സൈന്യവും വിന്യസിച്ചു. യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ജനറേറ്ററുകളെല്ലാം തന്നെ ഇരു സൈന്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഷെല്ലുകൾ ഉപയോഗിച്ച്, റോക്കറ്റുകൾ ഉപയോഗിച്ച്, മിസൈലുകൾ ഉപയോഗിച്ചും ഒക്കെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ അതിർത്തിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് ഒക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ പോലും, അതായത് വാർത്താവിനിമയം അല്ലെങ്കിൽ ആശയവിനിമയത്തിന് പോലുമുള്ള സംവിധാനങ്ങൾ നഷ്ടമായി എന്നുള്ളതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, നമ്മളുടെ സൈനികരുടെ കയ്യിലിരിക്കുന്ന വയർലെസ്സുകൾ, സാറ്റലൈറ്റ് ഫോണുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇല്ലെങ്കിൽ GPS പോലുള്ള ട്രാക്കിംഗ് മെഷീനുകൾ, ഇവയൊക്കെ തന്നെ പ്രവർത്തിക്കാനായിട്ട് ഊർജ്ജം ആവശ്യമാണ്. അതിന് വൈദ്യുതി തന്നെയാണ് വേണ്ടത്. ഈ വൈദ്യുതി ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെയൊക്കെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഡ്രോണുകൾ പ്രവർത്തിക്കണമെങ്കിലും ഇതെല്ലാം റീചാർജ് ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ റീചാർജ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വൈദ്യുതി ഈ മേഖലകളിലെ സൈന്യത്തിന് ഇല്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? സാധാരണ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കൺവെൻഷണൽ വാർഫെയർ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന യുദ്ധത്തിലേക്ക് സൈന്യത്തിന് നീങ്ങേണ്ടി വന്നു. അങ്ങനെ നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴും ആൾനാശം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആൾനാശത്തെയും ഇല്ലെങ്കിൽ ഈ പറയുന്ന സൈനികരെ നഷ്ടമാകുന്നതുമൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. അതേസമയം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളും സംരക്ഷിക്കേണ്ടി വരും. ആ സംരക്ഷിക്കാനായിട്ട് സൈനികർ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് സൈനികർ വേണ്ടി വരും. ഇത് രണ്ടും വേണ്ടാതെ സംരക്ഷിക്കാനും പ്രവർത്തിപ്പിക്കാനും സൈനികരുടെ ആവശ്യമില്ലാതെ തന്നെ ദൂരെ നിന്നുകൊണ്ട് ഈ ജനറേറ്ററുകളെ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള ഊർജ്ജം ഉപയോഗപ്പെടുത്താനും എന്നാൽ ആൾനാശം ഉണ്ടാകാതിരിക്കാനും കൃത്യമായിട്ട് യുദ്ധത്തിൽ മേൽക്കോയ്മ നേടാനും സൈന്യത്തെ സഹായിക്കുന്ന ഒരു മെഷീൻ, ഒരു കണ്ടുപിടുത്തം, ഒരു സാങ്കേതിക വിദ്യ, ഇതെല്ലാം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. അതിലൊരു മലയാളിയുടെ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനും കഴിയും. നമ്മൾ യുദ്ധമേഖലയിൽ ഇല്ലെങ്കിൽ യുദ്ധരംഗത്ത്, യുദ്ധ ഉപകരണ ഉൽപ്പാദന രംഗത്ത്, അതിൻ്റെ വ്യാപാര രംഗത്തേക്കെല്ലാം ഇന്ത്യ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യ അതിൽ മുന്നേറുകയുമാണ്. ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്ക്, അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതികവിദ്യ കൈവശമുള്ളത്. അത് തന്നെ വളരെ ചുരുക്കമായിട്ടുള്ള രീതിയിലുമാണ്. അതെന്നാൽ ചിലവേറിയതുമാണ് എന്നുള്ളതാണ്. അമേരിക്കയും യൂറോപ്യൻ ശക്തികളും അടക്കമുള്ളവർക്ക് വിവിധ തരത്തിലുള്ള റിമോട്ട് ജനറേറ്ററുകളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ഇന്ത്യക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ചിലവ് വരും. എന്നാൽ ഈ ചിലവ് കുറയ്ക്കാനുള്ള രീതിയിൽ തന്നെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിലൊരു മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ ഒരു മേജർ കൂടി അതിൻ്റെ പേറ്റന്റ് നേടിയിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് പോലും കൈമോശം വന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ പാഠമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള സാങ്കേതികമായ മേൽക്കോയ്മ അനുദിനം വർദ്ധിക്കുന്നു എന്നുള്ളതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, നമ്മൾ സ്വായത്തമാക്കിയ ഒരു ടെക്നോളജിയാണ് ട്രെയിനുകളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുന്ന പദ്ധതി. ആ പരിപാടി കൂടി നമ്മളുടെ കൈവശമെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് പല മേഖലകളിൽ നിന്നുകൊണ്ട്, വിദൂര പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും. അത്തരത്തിൽ ലോകത്ത് അപൂർവമായി രാജ്യങ്ങളുടെ കയ്യിലുള്ള ടെക്നോളജി ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ ഒരു പടി കൂടി കടന്നിട്ടാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ അടുത്ത് ചെല്ലാതെ തന്നെ ജനറേറ്ററുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന റിമോട്ട് സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കി എന്നുള്ളത്. ഇത് കൂടി നമ്മളുടെ സൈന്യത്തിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള നേട്ടം ഇന്ത്യൻ സേനയ്ക്ക് കൈവരിക്കാനാകും. ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് കൂടുതൽ തെളിയിക്കുന്നതുമാണ്.